കാസർഗോഡ് മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസിൽ ഒരാഴ്ചയായി വൈദ്യുതി ഇല്ല. AI കൺട്രോൾ റൂം പ്രവർത്തിക്കുന്ന എൻഫോഴ്സ്മെന്റ് ഓഫീസിലാണ് വൈദ്യുതി വിച്ഛേദിച്ചത്. 3 മാസമായി ബില്ല് കുടിശ്ശിക വന്നതോടെയാണ് KSEB ഈ ഫ്യൂസ് ഊരിയത്. സാരംഗ് സുരേഷാണ് വിവരങ്ങൾ നൽകുന്നത്. സാരംഗ്, എന്തുകൊണ്ടാണ് മോട്ടോർ വാഹന വകുപ്പ് 3 മാസമായിട്ട് ബില്ലടയ്ക്കാത്തത്? അഭിലാഷ്, ഈ രീതിയിൽ എന്തായാലും കൃത്യമായ വിശദീകരണം ഇപ്പോഴും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അതിലേറ്റവും ശ്രദ്ധേയമായൊരു കാര്യം AI ക്യാമറകളുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻസിങ് യൂണിറ്റാണ്, കൺട്രോൾ യൂണിറ്റാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ അടക്കം പ്രവർത്തനം പൂർണ്ണമായി നിശ്ചലമാവുന്ന രീതിയിലേക്ക് ഉള്ള ഒരു നടപടിയാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. KSEBക്കും പരമാവധി അവരാൽ കഴിയാവുന്ന ഇടവേളകളും അതുപോലെ തന്നെ അവസരങ്ങളും ഒക്കെ തന്നെ നൽകി. എന്നാൽ അതിലൊന്നും തന്നെ മോട്ടോർ വാഹന വകുപ്പ് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെയാണ് ഗത്യന്തരമില്ലാതെ ഇപ്പോൾ വൈദ്യുതി വിച്ഛേദിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നിട്ടുള്ളത്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും എന്തുകൊണ്ടാണ് ഇത്രയും കാലത്തെ ഒരു കാലതാമസം വരുത്തിയത് എന്നതിന് ഒരു വിശദീകരണം ഇപ്പോഴും മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നില്ല. അഭിലാഷ്.